ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ കുറച്ച് ക്യാമ്പൻസും കാര്യങ്ങളൊക്കെ അവന്മാർ വ്യാഴാഴ്ച കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, ലോഗിൻ ബോൺസ്. നമുക്ക് ഫിഫ വേൾഡ് കപ്പ് 2025 ചലഞ്ചർ സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ അവരെന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് ഗൈസ്, കാരണം 300 കോയിനൊക്കെ നമുക്ക് അവന്മാർ തരുന്നുണ്ട് ആ ക്യാമ്പയിൻ വഴി. അപ്പോൾ ഡെയിലി നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 300 കോയിൻ സെറ്റാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കുറച്ച് ജി പിയും ട്രെയിനേഴ്സും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഒബ്ജക്റ്റീവിനകത്ത് കൊണ്ടുവന്നിട്ടേക്കണേ. ഒബ്ജക്റ്റീവിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്. പിന്നെ നമ്മുടെ പാക്കാണ്. പാക്കിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ പഴയ പാക്ക് തന്നെ അവർ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് എന്നും പറഞ്ഞ് റൊണാൾഡീനോടെ ഒരു കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫിലിപ്പ് ലാം ഉണ്ട്, പിന്നെ കോളറുണ്ട് ഗൈസ്. ഞാൻ പറയുകയാണെങ്കിൽ കറക്കാതിരിക്കുന്നതായിരിക്കും ഗൈസ് ബെസ്റ്റ്, കാരണം എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി ഉള്ളൂ നമ്മുടെ 2026 വരാൻ. പിന്നെ പ്ലെയർ ഓഫ് ദി നോക്കുകയാണെങ്കിൽ പ്ലെയർ ഓഫ് ദിക്ക് 33 പ്ലേയേഴ്സിനെ വെച്ചിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ലെവൻഡോസ്കി ഉണ്ട്, വാൻഡേക്ക് ഉണ്ട്, റോഡ്രിഗോ ഒക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സൊക്കെ ഉണ്ട് പ്ലെയർ ഓഫ് ദിക്കിൽ. വേറെ പ്രത്യേകിച്ച് വാക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഗൈസ്, കാരണം നമ്മുടെ ഗെയിം എന്തായാലും എൻ്റെ ആവാറായിട്ടുണ്ട്. 14-ാം തീയതി ആയിരിക്കും ഗൈസ് നമുക്ക് മിക്കവാറും അപ്ഡേറ്റ് വരിക. അപ്പോൾ അതുവരെയാണ് ഈ ക്യാമ്പയിൻ അവർ കൊണ്ടുവന്നേക്കണേ. ഏകദേശം എല്ലാം തീരുന്നത് 13-ാം തീയതിയാണ്. ഇപ്പോൾ 14-ാം തീയതി മിക്കവാറും അപ്ഡേറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറയാനാണെങ്കിൽ മാച്ചിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ മാച്ചിൽ ഈ മാച്ച് കളിച്ച് കഴിഞ്ഞാൽ റാൻഡം ബൂസ്റ്റർ എന്തായാലും കിട്ടുന്നതായിരിക്കും. പിന്നെ നാഷണൽ ടീം എന്ന് പറഞ്ഞ ഇവൻ്റ് കളിച്ച് കഴിഞ്ഞാൽ പ്ലെയർ ഓഫ് ദീഗിൻ്റെ ഫ്രീ സ്പിൻ എന്തായാലും കിട്ടും ഗീസ്. അപ്പോൾ അതെന്തായാലും കളിച്ചെടുക്കുക. പിന്നെ PvP മാച്ചിൽ നമ്മുടെ നാഷണൽ ടീം എന്ന് പറഞ്ഞ ഈവൻ്റ് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് 50 ക്ലബ് കോയിൻ കിട്ടുന്നതായിരിക്കും. പിന്നെ അതുകൂടാതെ നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൻ്റെ സംഭവത്തിൻ്റെ ഇത് വന്നേക്കണേ ആ മാച്ചും കൂടി കളിച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു 50 കോയിൻ എന്തായാലും ഉണ്ട് ഗീസ്. അപ്പോൾ അങ്ങനെ എന്തായാലും മാക്സിമം നിങ്ങൾ കോയിനൊക്കെ കളക്ട് ചെയ്യാൻ നോക്കുക. എന്തായാലും പ്ലെയർ ഓഫ് ദിക്കിൻ്റെ ഫ്രീ സ്പിൻ ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം, ടാർഗറ്റ് അടിക്കുമെന്ന് നോക്കാം ഗൈസ്. ടാർഗറ്റ് ഉണ്ട്, നോക്കാം എന്തായാലും. ഓക്കെ, എനിക്കിതിനകത്ത് ഉള്ളൊരു പ്ലെയർ വാൻഡേക്കിന് വേണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലെവൻഡോസ്കിയുടെ ഒരു പ്ലെയർ ഓഫ് ദി കാർഡ് പോലും എൻ്റെ ഇല്ല ഗൈസ്. അപ്പോൾ ലെവൻഡോസ്കി, വാൻഡേക്ക്, പിന്നെ എനിക്ക് ഡിമാർക്കോ, ഇവർ 3 പേരാണ് ഗൈസ് എൻ്റെ ടാർഗറ്റ്. റാഫേലിയനൊന്നും വേണമെന്നില്ല, എൻ്റെ ഒരു ചങ്ങാട് കാർഡൊക്കെ ഉണ്ട്. എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം, ടാർഗറ്റ് അടിക്കുമെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലെയർ ഓഫ് ദിക്കുന്ന ആരെ കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും ഗെയിമൊക്കെ എൻ്റെ ആവാറായി. എന്തായാലും നല്ലൊരു ഗെയിം വന്നാൽ മതിയായിരുന്നു 2026. അത്യാവശ്യം കോയിൻ ഇവൻ്റൊക്കെ കൊണ്ടുവരണം. എന്തായാലും നോക്കാം ഗൈസ്, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും. ഓക്കെ, ഉള്ളിലും കളറുണ്ട്, പുറമേയും കളറൊക്കെ ഉണ്ട് ഗൈസ്. എന്തായാലും നോക്കി നോക്കാം, ആരാ നോക്കാം. ഓക്കെ, സ്പാനിഷ് ലീഗാണ് ഗൈസ്. നമ്പർ 9 ലെവൻഡോസ്കി ആണ്. ഓക്കെ, ടാർഗറ്റ് പ്ലെയർ തന്നെയാണ്. എന്തായാലും ടാർഗറ്റിനെ തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇനി എന്തായാലും പ്രത്യേകിച്ചൊന്നും വരാനില്ല ഗൈസ്. ഇനി നമുക്ക് അപ്ഡേറ്റ് മാത്രമാണ് ഇനി നോക്കാനുള്ളൂ. അപ്ഡേറ്റ് നല്ലൊരു അപ്ഡേറ്റ് ആയാൽ മതിയായിരുന്നു. എൻ്റെ ഫോണിലൊക്കെ സപ്പോർട്ട് ആവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, സപ്പോർട്ട് ആയാൽ മതിയായിരുന്നു. എന്തായാലും നോക്കാം, നമുക്ക് അപ്ഡേറ്റിന് വേണ്ടി ഇനി എന്തായാലും വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ ബൈ ഗൈസ്, ബൈ.